ഭൂമിയിൽ ആണെങ്കിലും വ്യത്യസ്തർ. ഇന്ന് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്ന വിഷയം അതാണ്. ഭൂമിയിലാണെങ്കിലും വ്യത്യസ്തർ. പീപ്പിൾ ഓൺ എർത്ത് യെറ്റ് ഡിഫറെൻറ്റ്. ആധാരമായിട്ട് നമുക്കൊരു വേദവാക്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. ഇതിൻ്റെ സാഹചര്യം എന്താണെന്ന് നമുക്ക് ഒരുവിധം അറിയാം. ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. അതിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി പൊൻവാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു മേശകളെ മറിച്ചിട്ട് പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാല ആക്കരുത് എന്ന് പറഞ്ഞു. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ, സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, കഴിഞ്ഞാലേ നമുക്ക് യേശു ആരാണെന്നും യേശുവിൻ്റെ ശുശ്രൂഷയുടെ മെത്തേഡ് എന്താണെന്നും നമുക്ക് വളരെ ഭംഗിയായിട്ട് ഗ്രഹിക്കുവാൻ കഴിയും. എന്നാൽ ഇതിൽ ഈ 3.5 വർഷത്തിന് ഇടയ്ക്ക് ഉണ്ടായ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. വളരെ രോഷാകുലനായിട്ട് കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി അവിടെയുള്ള ആ ആടുമാടുകളെയും അല്ലെങ്കിൽ അവരെയുള്ളവരെല്ലാം അടിച്ച് പുറത്താക്കുന്നതായ ഒരു അനുഭവം. ഇത് യേശുവിൽ നിന്ന് അവിടെ ഉണ്ടാവുകയാണ്. യേശു വളരെ സൗമ്യതയുള്ളവനും ക്ഷമാശീലനും അതുപോലെ തന്നെ സ്നേഹമുള്ളവനും കമ്പാഷനുള്ളവനും ഒക്കെയാണ്. നമുക്കറിയാം യേശു ആരാണെന്ന്. എന്നാൽ തൻ്റെ ശുശ്രൂഷയിൽ ഇവിടെ മാത്രം പലപ്പോഴും പരീശന്മാരെയൊക്കെ അവൻ ശകാരിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും ചാട്ടവാർ അല്ലെങ്കിൽ കയറുകൊണ്ടുള്ള ആ ചമ്മട്ടി ഉണ്ടാക്കി അവരെ അടിച്ച് പുറത്താക്കുന്ന ആ ഒരു അത്രയും അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണോ അത്? നമുക്കെല്ലാം ഓരോരുത്തരെ കുറിച്ച് നമുക്ക് ഒരു ചെറിയ ചില ഐഡിയ ഒക്കെ ഉണ്ട്. പെട്ടെന്ന് വ്യത്യസ്തമായ ഒന്ന് നമ്മൾ കാണുമ്പോൾ നമ്മൾ പറയും, അയ്യോ ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുമോ എന്നതുപോലെ യേശുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റെല്ലാം നമുക്ക് മനസ്സിലാകും. വെള്ളത്തിന്മേൽ നടന്നത് മനസ്സിലാകും, അത്ഭുതം ചെയ്തത് മനസ്സിലാകും, സ്നേഹിക്കുന്നത് മനസ്സിലാകും, പാപികളെ അവൻ അല്ലെങ്കിൽ കനിവ് തോന്നി അവരെ സംരക്ഷിക്കുന്നത് നമുക്ക് മനസ്സിലാകും. എന്നാൽ ഇവിടെ ചാട്ടവാറുണ്ടാക്കി അടിച്ച് അവിടെ അവരെല്ലാം പുറത്താക്കുന്ന ആ ഒരു അനുഭവം യേശു തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വായിക്കണ്ട. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 29 പറഞ്ഞിരിക്കുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. തന്നെ വിശേഷിപ്പിക്കുന്നത് യേശു അതുപോലെയാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഇവിടെ കാണുന്നത്. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ വയലൻ്റായത്? എന്തുകൊണ്ടാണ് അങ്ങനെ? അതേക്കുറിച്ച് ചിന്തിച്ച് നമുക്ക് അറിയാൻ പറ്റും. 2 പ്രധാന കാരണങ്ങളാണ്. ഒന്ന്, അതായത് നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ സത്യത്തിനു വേണ്ടി അല്ലെങ്കിൽ റൈച്ചസിനു വേണ്ടി പോരാടുന്ന ഒരു വ്യക്തിയാണ് യേശു. ഹല്ലേലൂയ. നീതിക്ക് വേണ്ടി അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പകരം, ദൈവത്തെ സ്തുതിക്കേണ്ടതിന് പകരം അതൊരു ചന്തസ്ഥലമാക്കി അല്ലെങ്കിൽ വ്യാപാരശാലയാക്കി മാറ്റുന്നതിനെ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിലുള്ള രോഷം അല്ലെങ്കിൽ ആ മാനസിക അസ്വസ്ഥതയാണ് അവിടെ ആ ചാട്ടവാറുണ്ടാക്കി അവരെ അടിച്ച് പുറത്താക്കുവാനായിട്ട് പ്രേരിപ്പിച്ചത്. അതുപോലെ തന്നെ പിന്നീട് നമുക്കറിയാൻ പറ്റും ദൈവത്തോട്, അതായത് വർഷിപ്പ്, ദൈവത്തിൻ്റെ ആലയമാണ്, അവിടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കണം എന്നുള്ള ആഗ്രഹം. ഒന്ന്, ആ സ്ഥലം മറ്റൊരു വ്യവസായത്തിനോ മറ്റോ അതിനെ ഉപയോഗിക്കുന്നതിൽ ഒരിക്കലും ഇഷ്ടമില്ല. രണ്ടാമതായിട്ട് ദൈവത്തോടുള്ള ബന്ധത്തെ, ദൈവത്തോടുള്ള ആരാധനയെ അത് പുനഃസ്ഥാപിക്കണം എന്നുള്ള ചിന്തയോടെയാണ് അവിടെ യേശു അപ്രകാരം അല്പം വയലൻ്റായി തീർന്നത്. ഇത് വളരെ വ്യത്യസ്തമാണ്. യേശു അങ്ങനെ ചെയ്യുമോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ചെയ്തപ്പോൾ അവിടെ ശിഷ്യന്മാർ
ഓർത്ത ഒരു വാക്യമാണ് നമ്മുടെ കുറിവാക്യമായിട്ട് എടുത്തത്. ഇവരിങ്ങനെ ചെയ്തപ്പോൾ, അതായത് യേശു പ്രകാരം വ്യത്യസ്തമായത് ഒന്ന് ചെയ്തപ്പോൾ, യേശുവിൻ്റെ കൂടെ അധികം നാളായിട്ടില്ല നടക്കാൻ തുടങ്ങിയിട്ട് ശിഷ്യന്മാർ. എന്നാൽ നടന്ന സമയങ്ങളിൽ യേശുവിനെ അവർക്കറിയാം. യേശു പറഞ്ഞതുപോലെ തന്നെ സൗമ്യതയുള്ളവനും അല്ലേ, അതുപോലെ തന്നെ താഴ്മയുള്ളവനുമാണ്. എന്നാൽ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തപ്പോൾ ശിഷ്യന്മാർക്ക് എങ്ങനെ എന്നുള്ള ചോദ്യം അവർക്കുമുണ്ടായി. എന്നാൽ ചോദിച്ചപ്പോൾ അവർക്ക് തന്നെ അതിനൊരു ഉത്തരം ലഭിച്ചത് ഇങ്ങനെയാണ്. സങ്കീർത്തനക്കാരൻ ദാവീദ് പാടിയിട്ടുണ്ട് അല്ലേ, നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. ഇതാണ് ഇവിടെ പ്രതിപാദിച്ചത്. അവർക്ക് ഓർമ്മ വന്ന കാര്യമാണ് അവർ പറഞ്ഞത്. അവിടെ ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നമ്മുടെ കുറിവാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ശിഷ്യന്മാർ അത് ഓർത്തു. ഇങ്ങനെ ദാവീദ് പറഞ്ഞിട്ടുണ്ട്, അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന്. ആ ദാവീദ് പറയാൻ കാരണം, അവിടെ നമ്മൾ ആ വേദഭാഗം വായിക്കുകയാണെങ്കിൽ 69-ാം സങ്കീർത്തനത്തിലാണ് അതുള്ളത്. ഒന്ന് വായിച്ചിട്ട് 69-ാമത്തെ വാക്യം. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നു. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നു. യേശു നോക്കുമ്പോൾ പിതാവിനെ അവർ നിന്ദിക്കുന്നതായിട്ട് അവന് ഫീൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ നിന്ന അവിടെ നിൽക്കുന്ന യേശുവിന് അത് സഹിക്കാൻ പറ്റുന്നില്ല. സ്വന്തം അടിയും ഇടിയും നിന്നയും എല്ലാം ഏറ്റവനാണ്. എന്നാൽ പിതാവിനെ, ഹല്ലേലൂയ, പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടുന്നിടത്ത് അവിടെ അവനെ നിന്ദിക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് യേശു അവിടെ പറഞ്ഞൊരു വാക്യമല്ല അത്. പക്ഷേ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ, ഈ വ്യത്യസ്തമായ അനുഭവം കണ്ടപ്പോൾ ശിഷ്യന്മാരുടെ ഉള്ളിൽ വന്ന ഒരു വേദവാക്യമാണ് 69-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടി മഹത്വപ്പെടുത്തിയ ആ വാക്യം. അതിൻ്റെ 9-ാം വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. എന്നാൽ ആ സങ്കീർത്തനം മുഴുവൻ നമ്മൾ ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് വളരെ ഡിസ്ട്രസ് ആയിട്ടുള്ള, ഈ ലോകത്തിൻ്റെ ചിന്തകളിൽ അല്ലെങ്കിൽ ലോകം മുഴുവനും എതിരായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ, അതിൻ്റെ മധ്യത്തിലാണ് ദാവീദ് ആ വാക്യം പറയുന്നത്. എന്താ പറയുന്നത്? നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ദൈവം നല്ല അനുഗ്രഹങ്ങൾ തന്നു, കൂടെ നടക്കുന്നു. ആ സമയത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം, ആരാധിക്കാം, വളരെ എളുപ്പമാണ്. എന്നാൽ 69-ാം സങ്കീർത്തനം അങ്ങനെയല്ല. അതിൻ്റെ 1-ാമത്തെ വാക്യം തന്നെ ഒന്ന് വായിച്ചാട്ടെ. ദൈവമേ എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. അതിൻ്റെ ചുരുക്കമാണ്, തുടക്കം തന്നെ പറയുന്നത്. പിന്നെ അങ്ങ് വായിച്ചു കഴിഞ്ഞാൽ അതിനെ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. എതിരാളികളാലും സ്വന്തക്കാരാലും എല്ലാം പ്രശ്നത്തിലൂടെ വളരെ ഡിസ്ട്രസ്ഡ് ആയിട്ട് പോകുന്ന ഒരു അനുഭവമാണ് ദാവീദിൻ്റെ ആ സമയത്ത്. മാത്രവുമല്ല, സ്വന്തം താൻ തന്നെ നോക്കുമ്പോഴും വളരെയധികം ഒരു ദൈവത്തിനോട് വളരെ അകന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ആകിപ്പോകുമോ എന്നെല്ലാം ദാവീദിന് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചായിട്ട്. ദൈവമേ, നീ എൻ്റെ ഭോഷത്വം അറിയുന്നു, എൻ്റെ അകൃത്യങ്ങൾ നിനക്ക് മറവായിരിക്കുന്നില്ല. എതിരുകൾ പോരട്ടെ, അതുണ്ടാകട്ടെ, എന്നാൽ എൻ്റെ കാര്യമോ ഞാനും ഒരു ഭോഷനായിട്ട്, നീ ഉദ്ദേശിക്കുന്ന മാതിരി ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന, അങ്ങനെ വളരെയധികം ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള ദാവീദ് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നൊരു കാര്യമാണ്, ഇതൊക്കെ ഇങ്ങനെയാണെങ്കിലും, എൻ്റെ ചുറ്റും ഇങ്ങനെയാണെങ്കിലും, എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ അതിന് യോഗ്യതയായിട്ട് എന്നെ തന്നെ കണ്ടില്ല എങ്കിലും ഒരു കാര്യം എനിക്കുണ്ട്, നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, ലോകം നമുക്കെതിരെ, ഇതാ ദൈവവുമായിട്ടുള്ള ബന്ധം. അപ്പനെ അറിയാവുന്നവനായ യേശു, ഹല്ലേലൂയ. ഈ ലോകം എങ്ങനെയോ അത്, ഹല്ലേലൂയ, അത് അങ്ങനെ ആയതുകൊണ്ട് അവൻ്റെ മഹത്വം ഒരിക്കലും കുറയുവാനായിട്ട് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ദൈവമക്കൾ ഓരോരുത്തരും അങ്ങനെയാണ്. ദാവീദ് ദൈവത്തെ രുചിച്ചറിഞ്ഞവനാണ്. എത്ര പ്രയാസങ്ങൾ വന്നാലും, എത്ര എതിരുകൾ വന്നാലും, എന്തുണ്ട്, അവൻ അറിയാം ദൈവസന്നിധി എന്ന് പറയുന്നത്, എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള, അവൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ അലിഞ്ഞു പോകുന്നതല്ല, മറിച്ച് ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ അത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് വരുന്നതാണ്. ഹല്ലേലൂയ. അങ്ങനെ വന്നപ്പോൾ എന്തുണ്ടായി? 69-ാം സങ്കീർത്തനത്തിൻ്റെ ഒടുവ് 30, 31, 32 വാക്യങ്ങൾ വായിച്ചാട്ടെ. ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ, ഇതെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും, ഒരുപാട് എതിരുകളുണ്ടെങ്കിലും, ഒരുപാട് വിഷയങ്ങൾ എൻ്റെ ചുറ്റുമുണ്ടെങ്കിലും, ഞാൻ എന്തോ ചെയ്യും? പാട്ടോടെ
അവന്റെ നാമത്തെ സ്തുതിക്കും. നാമത്തെ സ്തുതിക്കും. സ്തോത്രത്തോട് അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയേക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദകരമാകും. സൗമ്യതയുള്ളവർ അതുകൊണ്ട് സന്തോഷിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയം ജീവിക്കട്ടെ. സ്തോത്രം. ഇതെല്ലാം ഉണ്ടെങ്കിലും, ഈ ലോകത്തിൽ ഇപ്രകാരമാണെങ്കിലും, എൻ്റെ ഹൃദയം ദൈവത്തെ പാട്ടോടെ സ്തുതിക്കും. ഇത് ചെയ്യുമ്പോൾ എന്തുണ്ടാകും? അവൻ്റെ നാമം മഹത്വമെടുക്കും. അതവനെ എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്? കാളയേക്കാളും കൊമ്പും കുളമ്പും ഉള്ള മൂരിയേക്കാളും പ്രസാദകരമാകും. ഏത് യാഗത്തെക്കാളും ഞാൻ അവനെ സ്തുതിക്കുന്നത്, ഏത് ഡിസ്ട്രസ്സിൻ്റെ ഉള്ളിലും ഏത് വിഷയത്തിൻ്റെ മേലും ഹല്ലേലൂയ കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് അവനുമായുള്ള ബന്ധത്തെ ഒന്ന് പുതുക്കുകയാണെങ്കിൽ ഹല്ലേലൂയ അവൻ്റെ ഹൃദയം ഏറ്റവും സന്തോഷിക്കും. എന്നോട് നിങ്ങളോട് ദൈവം ആലോചന പറയുകയാണ്. ഹല്ലേലൂയ. അവൻ ഏറ്റവും സന്തോഷിക്കുന്നു. അപ്പോൾ എന്തുണ്ടാകും? അത് കണ്ട് സൗമ്യതയുള്ളവർ അത് കണ്ട് സന്തോഷിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയം ജീവിക്കട്ടെ. അപ്പോൾ മരിച്ച ഒരു അവസ്ഥ തനിക്കുള്ളതുപോലെ അനേകർക്കുണ്ട് എന്ന് ദാവീദ് ചിന്തിക്കുന്നത് കൊണ്ട് പറയുകയാണ്. എന്താണ്? ദൈവത്തെ അന്വേഷിക്കുന്നവർ എന്തുണ്ട്? അവർ തീർച്ചയായിട്ടും ജീവിക്കും. നമ്മുടെ സാഹചര്യങ്ങൾ എങ്ങനെ ആയിക്കൊള്ളട്ടെ, നമ്മുടെ വിഷയങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നമ്മുടെ ഉള്ളിൽ ഒരു ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനസ്സ്, ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ, അവൻ്റെ ആലയത്തെക്കുറിച്ചുള്ള ഒരു എരിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവസ്ഥകൾ മാറും. ഹല്ലേലൂയ. അവൻ്റെ നാമം മഹത്വമെടുക്കുവാനിടയായിത്തീരും. അനേകർ അത് കണ്ട് എന്തു ചെയ്യും? ആനന്ദിക്കും. അപ്പോൾ ദാവീദ് പറയുന്നതും അവൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് അവനെ തിന്നുകളയുന്നു. യേശു ആ ചമ്മട്ടി ഉണ്ടാക്കി അവരെ പുറത്താക്കിയപ്പോൾ ശിഷ്യന്മാരുടെ ഉള്ളിൽ തോന്നിച്ചതും അതേ സംഗതിയാണ്. എന്താണ്? ആലയത്തെക്കുറിച്ചുള്ള എരിവ് അവനെ തിന്നുകളയുന്നു. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. ദൈവവചനം എന്തു പറയുന്നു? 1 കൊരിന്ത്യർ 6 അധ്യായം അതിൻ്റെ 19 വാക്യം വായിച്ചോട്ടെ. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങർക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ അറിയുന്നില്ലയോ? എന്തിനാണ് നമ്മെ ആലയം എന്ന് പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം. എന്തുകൊണ്ടാണ്? അവിടെ പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആലയമാണ്. ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ആലയമാണെന്ന് മാത്രമല്ല, ഈ ആലയത്തെക്കുറിച്ച് എനിക്കും നിങ്ങൾക്കും വല്ല എരിവും വന്നിട്ടുണ്ടോ? ഇവിടുത്തെ കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ആലയത്തെക്കുറിച്ച്, ആ ആലയത്തെക്കുറിച്ച് എന്തുണ്ട്? ദാവീദിന് വളരെയധികം തീഷ്ണതയുണ്ട്, എരിവുണ്ട്. അവൻ പാടി അതേക്കുറിച്ച്. യേശുവിന് അതേ തീഷ്ണതയുണ്ട്. അതുകൊണ്ട് അവനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് അവൻ അവിടെ പെരുമാറുവാനിടയായി തീർന്നു. എന്നാൽ ദൈവം പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? മാത്രവുമല്ല, നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, ദൈവത്തിൻ്റെതാണ്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയതാണ്. ഹൗ മച്ച് ആർ വി ടേക്കിംഗ് കെയർ ഓഫ് അവർ സെൽഫ്? നാം എത്രമാത്രം ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ആലയമാണെന്നും ഇത് എൻ്റേതല്ല, അവൻ പൈസ കൊടുത്ത്, അല്ലെ പൈസ എന്ന് വെച്ചാൽ വില കൊടുത്ത് വാങ്ങിയതാണെന്നും ഇനി അത് എൻ്റെ അല്ല അവൻ്റേതാണെന്നും മനസ്സിലാക്കിയിട്ട് എത്ര പേർ അതിന് വില കൊടുക്കുന്നുണ്ട്? ഇറ്റ് ബിലോങ്സ് ടു ഗാഡ്. നമുക്ക് ഈ ആലയത്തെക്കുറിച്ച് എരിവുണ്ടോ? നമ്മൾ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ പോകുമ്പോൾ നമുക്ക് എരിവുണ്ടോ? പോയില്ലെങ്കിൽ നമുക്ക് എരിവ് അല്ലേ? നമുക്ക് ഈ ലോകത്തിൻ്റെ കളികളിലും അവരോട് കൂടെ ചേർന്നും പോയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര എരിവാണ്. എന്നാൽ ഇവിടെ പറയുന്നത്, ഈ ലോകത്തിൻ്റെ എല്ലാം എൻ്റെ ചുറ്റും നടക്കുമ്പോഴും എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ളൊരു എരിവുണ്ട്. അതെന്നെ ഭരിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതം, ഞാനും നിങ്ങളും ഇതുപോലെ എരിവ്, മറ്റുള്ളവർക്കുണ്ടാകുന്നതിനേക്കാൾ അധികം എരിവ് ഈ ആലയത്തെക്കുറിച്ച് എനിക്ക് വേണം, എന്നെക്കുറിച്ച്.
ഇതുപോലെ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകേണ്ടുന്ന വിഷയമായി. ഇല്ലെങ്കിൽ എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ ആലയം എന്ന് അവിടെ പ്രതിപാദിക്കേണ്ട വിഷയമില്ല. എന്നാൽ നമ്മുടെ ചിന്ത, എനിക്കും നിങ്ങൾക്കും ആ എരിവ് വന്നിട്ടുണ്ടോ? ദാവീദിന് വന്നിട്ടുള്ള എരിവ്, യേശുവിന് വന്നിരിക്കുന്ന പിതാവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ്, നമ്മെ ആലയമാക്കി മാറ്റിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ നിറച്ചിരിക്കുന്ന എന്നിൽ ഞാൻ എപ്രകാരം ഈ ആലയത്തെ ടേക്ക് കെയർ ചെയ്യണം എന്നതിനെക്കുറിച്ച് എനിക്കും നിങ്ങൾക്കും ഒരു എരിവ് വന്നിട്ടുണ്ടോ? അതുകൊണ്ട് 2 കൊരിന്ത്യർ 6-ാം അധ്യായം വായിച്ചട്ടെ. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിച്ചട്ടെ. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്യുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നു, നിങ്ങൾ വളരെ വ്യത്യസ്തമായ ഈ ആലയമായതുകൊണ്ട്, അതായത് ദൈവ ആലയത്തിനും വിഗ്രഹങ്ങളോടും ഒരു ചേർച്ചയും ഇല്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ ആലയമായിരിക്കും നിങ്ങൾ എങ്ങനെയായിരിക്കണം? വ്യത്യസ്തരായിരിക്കണം. അവർക്ക് എനിക്ക് ജനവും ഞാൻ അവർക്ക് ദൈവവുമായി ഇരിക്കേണ്ടുന്ന, അതായത് ഞാൻ എപ്പോഴും വസിക്കേണ്ട, ഞാൻ എപ്പോഴും അവിടെ എൻ്റെ സാന്നിധ്യത്താൽ നിറയ്ക്കേണ്ടുന്ന ഒരു ഇടമാണ് ഞാനും നിങ്ങളും എന്ന് പറയുകയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് എന്തു ചെയ്യണം? വിട്ടുപോരണം. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് ഒരു ചേർച്ചയുമില്ല. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം അത് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് ഒന്നാമത്തെ ലേഖനത്തിൽ എഴുതി, 2-ാമത്തെ ലേഖനത്തിലും അത് വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുകയാണ്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയതാണ്, അത് നിങ്ങളുടേതല്ല. അത് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിങ്ങൾ ഇനി അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യേണ്ടെന്നല്ല, നിങ്ങൾ അതിനെ കൂടുതൽ കരുതേണ്ടതാണ്, അല്ലേ? ഈ ആലയത്തെ അവൻ ശുദ്ധി ചെയ്ത് അതിനെ വിലയ്ക്ക് വാങ്ങി പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എൻ്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. ഹൗ ആം ഐ ടേക്കിംഗ് കെയർ ഓഫ് ദിസ് ടെമ്പിൾ? ഞാൻ എങ്ങനെയാണ് ഈ ആലയത്തെ അത് കൊണ്ടു നടക്കുന്നത്? ലോകവുമായിട്ട് വളരെ വ്യത്യസ്തമായിട്ട് ഒരു ജീവിതം ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ചുറ്റുപാടുകളും ഒരുപാട് വിഷയങ്ങളുണ്ട്. നിങ്ങൾ ആ 69-ാം അധ്യായം ഒന്ന് വായിച്ചാൽ മനസ്സിലാക്കും. എന്നാൽ അതിൻ്റെ എല്ലാം മധ്യത്തിൽ അവനൊരു കാര്യം അറിയാം, ദൈവത്തിൻ്റെ ഒരു ആലയമുണ്ട്. അതേക്കുറിച്ചുള്ള എരിവ്, അവിടെ ഞാൻ പോയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമൊന്നുമല്ല, ആലയത്തെക്കുറിച്ചുള്ള എരിവ്. അതുപോലെ യേശു തൻ്റെ മിനിസ്ട്രിയിൽ ഒരുപാട് കാര്യങ്ങൾ അവന് ചെയ്യാം. അവിടെ പരീശന്മാർ അവരിങ്ങനെ കാണുമ്പോൾ അവർ നല്ല കുപ്പായൊക്കെ ഇട്ട് വരുമ്പോൾ പറയും, നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ അവൻ അടങ്ങി നിൽക്കാൻ പറ്റിയില്ല. അവിടെ അവൻ എന്തു ചെയ്തു? ഒരു ചമ്മട്ടി കൊണ്ട് ഒരു ചാട്ടവാറുണ്ടാക്കി അവരെ അടിച്ച് പുറത്താക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചിന്തിച്ച് നോക്കി, എന്തിനാണ് അത് വ്യാപാരശാലയാക്കി മാറ്റി? സ്വന്തം ഗുണങ്ങൾക്ക് വേണ്ടി അവർ മാറ്റി, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി അവർ എന്തിനെ മാറ്റിവെച്ചു? ഞാനും നിങ്ങളും നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിക്കേ, ഈ ആലയം എന്തിനു വേണ്ടിയാ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാകുന്ന ഞാനും നിങ്ങളും ഓടി നടക്കുന്നത് എന്തിനു വേണ്ടിയാ? സ്തോത്രം. ആടുമാടുകളെ വിൽക്കാനും വാങ്ങാനും, അല്ലേ? മണി ചേഞ്ചിങ്. നമ്മുടെ മനസ്സ് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, ഹല്ലേലൂയ, ആ ദൈവത്തെക്കുറിച്ചുള്ള ആ ആലയത്തെക്കുറിച്ചുള്ള എരിവ് നമ്മെ ഭരിക്കുവാൻ ഇടയാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഒരു കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെ അടിച്ച് പുറത്താക്കിയെന്ന് നമ്മൾ കാണുന്നു. എന്നാൽ ഇനി ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. യേശു എന്തു ചെയ്തു? അവൻ ഇവിടെ ഒരു ആലയം, ഈ ആടുമാടുകളെ പുറത്താക്കാനായിട്ട്, അല്ലെങ്കിൽ പൊൻ വാണിഭക്കാരെ പുറത്താക്കാനായിട്ട് അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അടിച്ച് പുറത്താക്കിയെങ്കിൽ, ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഈ ആലയത്തെ ശുദ്ധി ചെയ്യാൻ വേണ്ടി അവൻ എന്താ ചെയ്തെന്നറിയാമോ? അവൻ ആണി കൊണ്ടുള്ള ചാട്ടവാറ് കൊണ്ട് ഉള്ള അടി ഏൽക്കുകയാണ് ചെയ്തത്. ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം. കല്ലുകൊണ്ടുള്ള ആ ആലയത്തെ
അവൻ കയറുകൊണ്ടുള്ളൊരു ചമ്മട്ടി ഉണ്ടാക്കി ശുദ്ധീകരിച്ചു. എന്നാൽ എന്നെയും നിങ്ങളെയും, നിങ്ങൾ ആലയമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു. എങ്കിലും അതിനുവേണ്ടി അവൻ ചാട്ടവാറുണ്ടാക്കി, കയറുകൊണ്ടുണ്ടാക്കി ചാട്ടവാറുണ്ടാക്കി അടുക്കിയല്ല ചെയ്തത്. മറിച്ച് എന്താ ചെയ്തത്? ആണി കൊണ്ടുള്ള, ചാട്ടവാറ് കൊണ്ടുള്ള, ഹല്ലേലൂയ, ആ വലിയ ആ ശരീരത്തെ പിഴുതെടുക്കുന്ന ആ ചാട്ടവാറ് കൊണ്ട് 39 അടി ഏറ്റ്, ഹല്ലേലൂയ, അവൻ അത്രമാത്രം താഴ്ത്തി. ഇതാണ് ലോകം കണ്ടതിനേക്കാളും ഏറ്റവും വലുതായിട്ടുള്ള ഒരു സാക്രിഫൈസ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി, എന്തിനു വേണ്ടി അവനത് ചെയ്തത്? അവൻ തെറ്റ് ചെയ്തിട്ടല്ല. ഈ ആലയത്തെ ഒന്ന് എന്തോ ചെയ്യണം? ക്ലെൻസ് ചെയ്യണം. ഈ ആലയത്തെ ഒന്ന് ശുദ്ധീകരിക്കണം. ഈ ആലയത്തിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവിനെ നിറയ്ക്കണം. അതിനുവേണ്ടി അവൻ ചെയ്തത്, ഒരു ഭാഗത്ത് അവൻ വ്യത്യസ്തമായിട്ട് അവൻ്റെ ഹല്ലേലൂയ ആ സ്വഭാവത്തിന് വ്യത്യസ്തമായി അവൻ ചാട്ടവാറ് കൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെ പുറത്താക്കിയെങ്കിൽ, ഈ ആലയത്തെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി അവൻ ചെയ്തത് ഹല്ലേലൂയ ആണി കൊണ്ടുള്ള ചാട്ടവാറ് കൊണ്ട് അടി അത് ഏറ്റ് കാൽവരിയിലെ ആണികളാൽ തറയ്ക്കപ്പെട്ട് അവൻ ഹാട്ടും തുപ്പും കേട്ട് മുൾക്കിരീടം അത് ശിരസിൽ വഹിച്ച്, സ്തോത്രം, അവൻ കാൽവരിയിലെ ഇഞ്ചിഞ്ചായി നുറുക്കപ്പെട്ടു നമുക്ക് വേണ്ടി അവൻ യാഗമായി. എന്തിനു വേണ്ടി? അന്ന് ചാട്ടവാറ് കൊണ്ട് അവിടെ അടിച്ചതിന് പകരം അതൊരു കല്ലിൻ്റെ ആലയമായിരുന്നു. എന്നാൽ ഞാനും നിങ്ങളുമാകുന്ന ആലയത്തെ ക്ലീൻ ചെയ്യുവാനായിട്ട്, ശുദ്ധീകരിക്കുവാനായിട്ട്, ഇവിടെ ദൈവത്തോടുള്ള ആരാധന പുനഃസ്ഥാപിക്കുവാനായിട്ട്, ദൈവമായിട്ടുള്ള ബന്ധത്തെ ഹല്ലേലൂയ വീണ്ടും കൊണ്ടുവരുവാനായിട്ട് അവൻ അത്രമാത്രം വില അതിന് കൊടുത്തു. എങ്കിൽ സ്തോത്രം, ഞാനും നിങ്ങളും എത്രമാത്രം ഈ ആലയത്തെ ഹല്ലേലൂയ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എത്രമാത്രം ഈ ആലയത്തെ ടേക്ക് കെയർ ചെയ്യേണ്ടതുണ്ട്. ഈ ആലയത്തെക്കുറിച്ചുള്ള എരിവ് ദാവീദ് പാടിയതിനേക്കാളും അതിശക്തമായി ഞാനും നിങ്ങളും മനസ്സിലാക്കി കൊണ്ട് നടക്കേണ്ടുന്ന ആലയങ്ങളാ ഞാനും നിങ്ങളും. ഹല്ലേലൂയ. നമുക്ക് ഈ ആലയത്തെക്കുറിച്ചുള്ള എരിവ് വന്നിട്ടുണ്ടോ? നമുക്ക് ഈ ആലയത്തെക്കുറിച്ചുള്ള ചിന്തകൾ വന്നിട്ടുണ്ടോ? സ്തോത്രം. ആമേൻ. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. നമ്മൾ ദൈവമക്കളാണ്, അവനിൽ വിശ്വസിക്കുന്നവനാണ്. അവൻ എന്തിനു വേണ്ടിയാ കാൽവരിയിലെ യാഗമായി തീർന്നത്? ഇവിടെ ചാട്ടവാറ് കൊണ്ട് ഈ മെയ്ഡ് എ സ്കോർച്ച് ഓഫ് കോഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെ? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. എന്നാലേ ഇവിടെ യോഹന്നാൻ യേശുവിനെ അടിച്ചപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? അതായത് ഹി വാസ് സ്കോർച്ച്ഡ്. അത് വെറും കയറുകൊണ്ടുള്ള ചാട്ടവാറായിരുന്നില്ല, അല്ലേ? മാംസം പിഴുതെടുക്കുന്നതായ ആണികൾ പിടിപ്പിച്ചിട്ടുള്ളതായ ചാട്ടവാറ് കൊണ്ട് ക്ലീൻ ചെയ്യുക. അവൻ അടിയേറ്റ് ക്ലീൻ ചെയ്യുന്നത് ആരെയാ? എന്നെയും നിങ്ങളെയും. ഞാനും നിങ്ങളും എത്രമാത്രം ഈ ആലയത്തെ സൂക്ഷിക്കണം. ഇന്ന് പലരും ചോദ്യം, ഒരു പാപം ചെയ്താൽ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റുമോ? ഹൗ ചീപ്പ് ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ്. നമ്മെ ശുദ്ധീകരിക്കുവാനായിട്ട് ആ ആലയത്തെക്കുറിച്ചുള്ള എരിവിലാൽ നമ്മൾ ജീവിക്കേണ്ടതിന് പകരം ആ എരിവിൽ നമ്മൾ സകലത്തെയും മാറ്റി, എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ആലയത്തിനും അതുപോലെ തന്നെ ഈ വിഗ്രഹങ്ങൾ തമ്മിൽ എന്ത് യോഗ്യത? യു ആർ സെപ്പറേറ്റ്, യു ഹാവ് ടു ബി ഡിഫറെൻറ്റ്. നമ്മൾ അവരോട് കൂടെയാണ് കേട്ടോ, എങ്കിൽ തന്നെയും യു ആർ ടോട്ടലി ഡിഫറെൻറ്റ്. ആ എരിവോടെയാണോ ഞാനും നിങ്ങളും നമ്മെ തന്നെ സൂക്ഷിക്കുന്നത്? നമ്മുടെ കണ്ണിനെ, നമ്മുടെ സംസാരത്തെ, നമ്മുടെ തോട്ട് പാറ്റേണിനെ സൂക്ഷിക്കുന്നത്, ക്ലീൻ ചെയ്യുന്നത് ഹല്ലേലൂയ ഇതിൻ്റെ വില മനസ്സിലാക്കിയിട്ടാണോ? സ്തോത്രം. ഞാനും നിങ്ങളും വീണ്ടും വീണ്ടും അത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ യേശു ഇപ്രകാരം ചാട്ടവാറ് കൊണ്ട് അവരെല്ലാം പുറത്താക്കിയപ്പോൾ അവരുടെ ഒരു ചോദ്യം, യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചോട്ടെ. എന്നാൽ യഹൂദന്മാർ അവനോട്, നിനക്ക് ഇങ്ങനെ ചെയ്യാമെന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരുമെന്ന് ചോദിച്ചു. നിനക്ക്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ശിഷ്യന്മാർ ഒരു കാര്യം ഓർത്തു, തൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവാണ്
ഇവനെ പ്രകാരം ഒരു വ്യത്യസ്തമായ ഒരു ആക്ഷനിലേക്ക് അവനെ നയിച്ചത്. അത് ശിഷ്യന്മാർ ഓർത്തു. എന്നാൽ അവിടെ കൂടിയിരുന്ന പരീശന്മാരും മറ്റും അവർക്ക് അറിയേണ്ടത്, ഹൗ ക്യാൻ യു ഡൂ ദിസ്? എന്താണ് നിൻ്റെ ഇത് ചെയ്യാമെന്നുള്ളതിന് അധികാരം? നസ്രായനായ ഒരു മനുഷ്യൻ പല കാര്യങ്ങൾ പ്രസംഗിച്ച് നടക്കുന്നു, ചിലർക്കൊക്കെ സൗഖ്യം കൊടുക്കുന്നു. അവനിതാ പള്ളിയിൽ കയറി ഇപ്പോൾ അവിടുത്തെ നല്ല പ്രമാണികളല്ലേ ബിസിനസ്സുകാർ, ആടുകൾ, നാണയ മാറ്റക്കാർ. ഇന്ന് മുസ്തഫയിലൊക്കെ പോയി മണി ചേഞ്ചർ അടിച്ച് പുറത്താക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. അങ്ങനെ അടിച്ച് പുറത്താക്കിയപ്പോൾ അവിടെയുള്ള പരീശന്മാരൊക്കെ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നീ നിനക്ക് ആരാ അധികാരം തന്നിരിക്കുന്നത്? അതിനൊരു അടയാളം തരാൻ പറഞ്ഞു. അടയാളം തരാൻ പറഞ്ഞപ്പോൾ യേശു കൊടുത്ത അടയാളം എന്താണ്? വായിച്ചട്ടെ. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്ന് ഉത്തരം പറഞ്ഞു. 3 ദിവസത്തിനകം പണിയും എന്ന് ഉത്തരം പറഞ്ഞു. ഈ ആലയം പൊളിക്ക് 3 ദിവസത്തിനുള്ളിൽ ഇത് പണിയും. അപ്പോൾ അവർ പറഞ്ഞു, ഇത്രയും വർഷങ്ങളെ കൊണ്ടുണ്ടാക്കിയ ആലയം എങ്ങനെ 3 ദിവസം കൊണ്ടൊക്കെ എന്ന് ചോദിച്ചു. എന്നാൽ അവിടെ താഴെ എഴുതിയിട്ടുണ്ട്. എന്താണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്? വായിച്ചാട്ടെ, അടുത്ത വാക്യം. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണി തീർത്തിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ച് അത്രേ പറഞ്ഞത്. അവനോ തൻ്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ച് അത്രേ പറഞ്ഞത്. അപ്പോൾ യേശു എന്ത് അധികാരം കൊണ്ടാണ് നീ ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ യേശുവിൻ്റെ ഉള്ളിൽ എന്താണ് നിൽക്കുന്നത്? ഞാൻ ഈ ആലയമല്ല ഇപ്പോൾ ശുദ്ധീകരിക്കുന്നത്, ഇതിപ്പോൾ ചാട്ടവാറ കൊണ്ട്, എന്നാൽ ഞാൻ ആലയങ്ങളെ ശുദ്ധീകരിക്കാൻ പോവുകയാണ്. സ്തോത്രം. 3 ദിവസം കൊണ്ട് ഈ ആലയത്തെ മുഴുവനും ഞാൻ മാറ്റിയെടുക്കും. സ്തോത്രം. ആലയങ്ങൾ ഏതായിരുന്നു? ഞാനും നിങ്ങളും അടങ്ങുന്ന ആലയങ്ങൾ. അവൻ പറയുകയാണ്, നിങ്ങൾ ഈ ആലയത്തെ നശിപ്പിക്കുക, 46 വർഷം എന്നൊക്കെ അവർ പറഞ്ഞു, എന്നാൽ ഞാൻ 3 ദിവസം കൊണ്ട്. ഇത് അടുത്ത വാക്യം പറഞ്ഞ എന്താണ്? അവൻ ഇത് പറഞ്ഞു എന്ന് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്തു. എപ്പോഴാണ് ഓർത്തത്? അവൻ മരിച്ചവരിൽ നിന്ന്. ശിഷ്യന്മാർ ഓർത്തു. ആദ്യം ആലയം അടിച്ച് ക്ലീൻ ആക്കിയപ്പോൾ അവർ ഓർത്തു ദാവീദ് പറഞ്ഞത്, എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ്. എന്നാൽ അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവർ മറ്റൊന്ന് ഓർത്തു. അന്ന് അവൻ പറഞ്ഞത് ഇതായിരുന്നു. 3 ദിവസം കൊണ്ട് അവൻ എന്തോ ചെയ്യും? അടയാളം. ഈ ആലയത്തെ ശുദ്ധി ചെയ്യാൻ ആർക്ക് കഴിയും? ഹു അത്തോറൈസ്ഡ് യു? നിന്നെ ആരാണ് നിനക്ക് അതിന് അധികാരം തന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ്, വാസ്തവത്തിൽ യേശു പറയുകയാണ്, ഞാൻ ഈ ആലയം മാത്രമല്ല, ഈ ലോകത്തിലെ ഹല്ലേലൂയ ഇനി ആലയങ്ങളാകാൻ പോകുന്ന മുഴുവതിനെയും ഹല്ലേലൂയ ക്ലീൻ ചെയ്യുവാൻ, അടിച്ചു വാരുവാൻ ശക്തിയുള്ളവനായിട്ട് ഞാൻ മാറുകയാണ്. ഹല്ലേലൂയ. അന്നേ പറഞ്ഞതാ. പിന്നെ ശിഷ്യന്മാർ ഓർത്തത് എപ്പോഴാണ്? അവൻ മരിച്ച് 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റപ്പോഴാണ്. അവൻ പറഞ്ഞത് ഇതായിരുന്നു. അപ്പോൾ അവൻ ആരാണ്? അവൻ അടയാളം എന്താണ്? ഈ 3 ദിവസം കൊണ്ട് അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇതോടെ അവൻ ആലയങ്ങളെ ശുദ്ധീകരിക്കുന്നവനായി മാറും. ആമേൻ. ശിഷ്യന്മാർക്ക് മനസ്സിലായി, ഇവൻ തന്നെയാണ് ആലയങ്ങളെ ശുദ്ധീകരിക്കുന്നവൻ. ഈ ലോകത്തിൽ ആലയങ്ങളെ ശുദ്ധീകരിക്കുവാൻ വേറെ ആരുമില്ല, ഇവൻ മാത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവന് ആലയത്തെക്കുറിച്ചുള്ള എരിവ്. അന്ന് അവന് അവിടുത്തെ ആടുകളെയും മാടുകളെയും സ്വർണ്ണ അല്ലെങ്കിൽ വാണിഭക്കാരെയും അവന് പുറത്താക്കണമെന്നുള്ള എരിവായിരുന്നെങ്കിൽ, അവൻ്റെ യഥാർത്ഥ എരിവെന്ന് പറയുന്നത് എന്നെയും നിങ്ങളെയും ശുദ്ധീകരിക്കുക എന്നുള്ളതായിരുന്നു. എൻ്റെയും നിങ്ങളുടെയും തോട്ട് പാറ്റേൺ, എൻ്റെയും നിങ്ങളുടെയും നോട്ടം, എൻ്റെയും നിങ്ങളുടെയും സംസാരം, നമ്മളുടെ പ്രവൃത്തികൾ ഇതിനെ ശുദ്ധീകരിക്കണം, ക്ലെൻസ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് അവൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായത്. അവൻ പറയുകയാണ്, ഞാൻ അതിന് ഹല്ലേലൂയ യോഗ്യനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എന്നെ കാൽവരിയിൽ ക്രൂശിക്കുമ്പോൾ. 3 ദിവസം കൊണ്ട് ഞാൻ ഹല്ലേലൂയ സ്തോത്രം 3 ദിവസം കൊണ്ട് ഞാൻ എന്തോ ചെയ്യും? ഞാൻ ഉയർത്തു വരും. ഹല്ലേലൂയ. 3 ദിവസം കൊണ്ട് ഞാൻ ഉയർത്തു വരും. ഇതാണ് നിങ്ങൾക്കുള്ള അടയാളം. എന്തിൻ്റെ അടയാളമാ? അവൻ ആലയം ക്ലീൻ ചെയ്യാൻ അവനെ അധികാരപ്പെടുത്തി എന്നുള്ളതിനുള്ള തെളിവ് എന്താണ്? സൈൻ എന്താണ്?
അപ്പോൾ അവൻ തൻ്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ തന്നെ അവൻ ആലയം ക്ലീൻ ചെയ്തത്, തുടക്കത്തിൽ തന്നെ അവൻ ശുദ്ധീകരിച്ചത് എന്തിനെ ഉദ്ദേശിച്ചായിരുന്നു? ഞാൻ ഒരുത്തൻ മാത്രമേ ആലയം ക്ലീൻ ചെയ്യാൻ യോഗ്യത നേടിയിട്ടുള്ളൂ. അത് കല്ലുകൊണ്ടുണ്ടാക്കിയ യെരൂശലേം ആലയമായാലും ശരി, ഹല്ലേലൂയ, ഞാനും നിങ്ങളുമാകുന്ന ഹല്ലേലൂയ ദൈവമക്കളായാലും ശരി, ശുദ്ധീകരിക്കുവാൻ യോഗ്യത നേടിയിട്ടുള്ള ഒരുവൻ. എന്നാൽ അന്ന് അവൻ കല്ലുകൊണ്ടുള്ള ആലയത്തെ അവൻ ശുദ്ധീകരിച്ചത് കയറുകൊണ്ടുള്ള ചമ്മട്ടി കൊണ്ടാണെങ്കിൽ എന്നെയും നിങ്ങളെയും ശുദ്ധീകരിക്കുവാൻ അവൻ സ്വന്തം ജീവനെ കൊടുത്തു. അവൻ ഹല്ലേലൂയ പ്രാണനെ കൊടുത്തു, സ്വന്തം ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്തു. താഴ്മയുള്ളവനായി അടികൊണ്ടു അവൻ കാൽവരിയിൽ ഇഞ്ചിഞ്ചായി കൊല്ലപ്പെട്ടു. സ്തോത്രം. എന്നെയും നിങ്ങളെയും ശുദ്ധിയുള്ള ആലയങ്ങളാക്കി മാറ്റാൻ, എന്നിലും നിങ്ങളിലും നിത്യമായ ആരാധന പുനഃസ്ഥാപിക്കുവാൻ. ദൈവമക്കളെ, ഞാനും നിങ്ങളും അത് മനസ്സിലാക്കിയിട്ടാണോ ജീവിക്കുന്നത്? അതോ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനി എന്നുള്ള ഒരു പേരിൽ തലക്കെട്ടിൽ മുന്നോട്ട് പോകുന്നതാണോ എൻ്റെയും നിങ്ങളുടെയും ജീവിതം? അതോ ഹല്ലേലൂയ അവനെ മനസ്സിലാക്കി അവൻ ക്ലീൻ ചെയ്ത ഈ ആലയത്തെ, അവൻ്റെ ഹല്ലേലൂയ ആത്മാവ് വസിക്കുന്നതായ ഈ ആലയങ്ങളെ ഞാൻ അതുപോലെ കീപ്പ് ചെയ്യും. അവന് ഇതേക്കുറിച്ച് എരിവുണ്ടായെങ്കിൽ, ദാവീദിന് ആലയത്തെക്കുറിച്ച് എരിവുണ്ടായെങ്കിൽ, എന്നെ ശുദ്ധീകരിച്ച ആ യേശു എന്നെ ക്ലെൻസ് ചെയ്ത് ആത്മാവിനാൽ നിറച്ചിരിക്കുന്ന ഈ ആലയത്തെ സൂക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണെന്നും ഉള്ള ഒരു എരിവ് നമുക്ക് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളും ദൈവമക്കളാണ്. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമം വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവകാശം നൽകി. എല്ലാവരും അത് മതി. ഞാൻ അവനെ കൈക്കൊണ്ട് ഞാൻ അവനെ വിശ്വസിക്കുന്നല്ലോ, ദൈവപൈതലായല്ലോ. അത് ഹല്ലേലൂയ, അതൊരു സത്യം പറഞ്ഞു എന്ന് മാത്രം. എന്നാൽ ദൈവപൈതലാകുന്നത് ആരാണ്? പൂർണ്ണമായിട്ടും ഹല്ലേലൂയ ദൈവത്തെ മനസ്സിലാക്കി, അവൻ എന്താണ് എനിക്ക് വേണ്ടി ചെയ്തതെന്ന് അറിഞ്ഞ് തന്നെത്താൻ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത്. സ്തോത്രം. ഈ ആലയങ്ങളെ വളരെ ഹല്ലേലൂയ എരിവോടെ അതിനെ സൂക്ഷിച്ച് അവൻ കൊടുത്ത വിലയെന്തെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവരാണ് ഈ ഹല്ലേലൂയ ദൈവമക്കൾ എന്ന് പറയുന്നത്. സ്തോത്രം. നമുക്ക് വ്യത്യസ്തരായി തീരാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭൂമിയിൽ ആണെങ്കിലും we have to be different. സകല ജനത്തോടു കൂടെ ആണെങ്കിലും we are different. എന്താ കാരണം? ഈ ആലയത്തെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി അവൻ ഹല്ലേലൂയ അടികൾ ഏറ്റതാണ്. അവൻ കാൽവരിയിൽ യാഗമായതാണ്. അവൻ മുഴുവനായിട്ടും താണുകൊടുത്തതാണ് ഈ ആലയത്തെ ശുദ്ധീകരിക്കാൻ. അല്ലാതെ എനിക്ക് നിങ്ങൾക്ക് നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എനിക്കും നിങ്ങൾക്കും ഹല്ലേലൂയ ഇവിടെ സുരക്ഷിതരായി ജീവിക്കാൻ വേണ്ടിയിട്ടല്ല അവൻ കാൽവരിയിൽ യാഗമായി തീർന്നത്. മറിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഹല്ലേലൂയ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്ന ഒരു ആലയത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയാ അവൻ കാൽവരിയിൽ യാഗമായി തീർന്നത്. ഹല്ലേലൂയ. അവൻ ആദ്യത്തെ ആലയത്തെ ചമ്മട്ടി കൊണ്ടുള്ള ഹല്ലേലൂയ ചാട്ടവാറ് കൊണ്ട് അടിച്ച് അവരെ പുറത്താക്കി. അതുതന്നെ അവൻ വ്യത്യസ്തനായിരുന്നു. അവൻ്റെ സൗമ്യത, അവൻ്റെ ഹല്ലേലൂയ സ്നേഹം, അവൻ്റെ കമ്പാഷൻ എല്ലാം മാറ്റി നിർത്തുന്ന ഒരു അനുഭവമായിരുന്നു. എന്നാൽ അതെല്ലാം കാരണം ഒന്നാണ്, ആലയത്തെക്കുറിച്ചുള്ള എരിവ്. ദാവീദ് പാടി ആലയത്തെക്കുറിച്ചുള്ള എരിവ്. എനിക്കും നിങ്ങൾക്കും ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്തോരമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ഭൂമിയിൽ ആണെങ്കിലും we can also be different. ഹല്ലേലൂയ. people on earth yet different. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് നിൽക്കാം.